പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഇക്കഴിഞ്ഞ ജൂലൈ 1 തീയതി അൽബേനിയ എന്ന രാജ്യത്തെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ഇസ്മയിൽ കഥാരി അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ കഥാ ലോകമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. തികച്ചും ഏകാധിപത്യത്തിനെതിരായിട്ട് തൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഇസ്മയിൽ കഥാരി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് സൈന്യം, നാമാവശേഷമായ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ. ഇതിൽ അൽബേനിയയിൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം കുറേ പട്ടാളക്കാർ മരിക്കുകയുണ്ടായി. പല രാജ്യങ്ങളിലെ, പ്രധാനമായിട്ട് ഇറ്റലിയുടെ ആയിരക്കണക്കിന് പട്ടാളക്കാർ മരിച്ചു വീഴുകയുണ്ടായി. അപ്പോൾ ഇറ്റലിയിലെ ഒരു സൈന്യാധിപനാണ്. അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിച്ചു, എവിടെ ഞങ്ങളുടെ സഹോദരങ്ങൾ? അമ്മമാർ ചോദിച്ചു, എവിടെ ഞങ്ങളുടെ മക്കൾ? മരിച്ചവരെ കൊണ്ടുവരണം, അവരുടെ ശവശരീരമെങ്കിലും കണ്ടുകിട്ടണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് സൈന്യാധിപൻ അൽബേനിയയിൽ വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് മരിച്ച ഒരു ശവശരീരം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ മരിച്ചവരെ തേടിയുള്ള അന്വേഷണത്തിൻ്റെ നിരർത്ഥകത അദ്ദേഹം മനസ്സിലാക്കിയാണ്. ഒന്നും കണ്ടുകിട്ടിയില്ല. അതാണ് നാമാവശേഷമായ ഒരു സൈന്യത്തിൻ്റെ സൈന്യാധിപൻ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവലാണ് എ ഡിക്റ്റേറ്റർ കോൾസ്, ഏകാധിപതി വിളിക്കുന്നു. ഇത് റഷ്യൻ പ്രസിഡന്റ് സ്റ്റാലിനും അവിടുത്തെ സാംസ്കാരിക നായകനായ പാസ്റ്റർനാക്കും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണമാണ്. ഏതാണ്ട് 3 മിനിറ്റ് നീണ്ടു നിന്ന ടെലിഫോണാണ്. ഒരു ദിവസം സ്റ്റാലിൻ പാസ്റ്റർനാക്കിനെ വിളിക്കുകയാണ്. ഹലോ സഖാവേ, ഓസിപ്പ് എന്ന് പറയുന്ന ഒരു കവി അറസ്റ്റ് ചെയ്തു, ജയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാലിൻ ചോദിച്ചപ്പോൾ പാസ്റ്റർനാക്ക് പറഞ്ഞു, ഞങ്ങൾ 2 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്, എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാലിൻ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനായ ഒരു സഖാവാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ടെലിഫോൺ കട്ടാക്കി നിർത്തുകയാണ്. അപ്പോൾ പാസ്റ്റർനാക്ക് ഡോക്ടർ ഷിവാഗോ എന്നൊരു നോവൽ എഴുതി ഏകാധിപത്യത്തിനെതിരെ തൻ്റെ തൂലി ചലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇസ്മയിൽ കഥാരിയും. അതായത് സർവാധിപത്യവും സർഗാത്മകതയും തമ്മിലുള്ള ഒരു സംഘർഷം, അതാണ് അദ്ദേഹത്തിൻ്റെ ഈ നോവലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.